നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഇൻസ്റ്റൻറ്റ് പാലപ്പവും പാലാടയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പാലപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വെള്ളയപ്പം അല്ല, ഇത് മാവ് അരച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റും അതേപോലെ തന്നെ നല്ല രുചിയുള്ള ഒരു അപ്പമാണിത്. അതുപോലെ തന്നെ മുട്ടയൊന്നും ചേർക്കാത്ത നല്ല നൈസ് ആൻഡ് ടേസ്റ്റി പാലാടയും ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ രണ്ടിനും ഉള്ളൂ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനായി 1 കപ്പ് പച്ചരി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ അരി അരച്ച് ഫെർമെൻ്റ് ആവാനായിട്ട് എടുത്തു വയ്ക്കണം. ഇത് അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് അരി ഒന്ന് കുതിർത്തെടുത്താൽ മാത്രം മതി. അപ്പോൾ പച്ചരി ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കണമെന്നൊന്നുമില്ല. ഒരു 1.5-2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരി നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇതിപ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത്രയും പോലും സമയമില്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ നമുക്കിത് അരി കുതിർത്തെടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പച്ചവെള്ളം ഒഴിച്ച് വെക്കുന്നതിലും വേഗത്തിൽ നമുക്ക് അരി കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കണം. തേങ്ങാപ്പാൽ വേണം അരി അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. പാൽ മാത്രമായിട്ട് എടുക്കാം. ഇനി 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ 1 കപ്പ് പച്ചരിക്ക് ഞാനിവിടെ 1 കപ്പ് തേങ്ങ തന്നെയാണ് എടുത്തത്. തേങ്ങയുടെ അളവ് കൂട്ടുമ്പോൾ അതനുസരിച്ച് അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ മൊത്തം 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുതിർന്ന അരി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരക്കാൻ പാകത്തിന് പാലൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചിട്ട് വരാം. നമ്മുടെ മാവ് അത്യാവശ്യം ലൂസായിരിക്കണം. അപ്പം കുറച്ചധികം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഇവിടെ അരച്ചെടുത്തത്. ഇത് അത്രയും ലൂസായിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് ലൂസാക്കാം. അപ്പോൾ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി അതിനകത്തേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചിട്ട് വരാം. ആ തേങ്ങ ഒന്നും കൂടെ പിഴിഞ്ഞ് 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഞാൻ ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. അപ്പോൾ 2 കപ്പ് മൊത്തം പാലൊഴിച്ചിട്ട് ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലൂസ് നമ്മുടെ മാവിന് വേണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇൻസ്റ്റൻറ്റ് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെള്ളയപ്പത്തിന് ചുറ്റിക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 1/2-3/4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ. ചോറൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് അപ്പം റെഡിയാക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മൂടി വെക്കാതെ തുറന്ന് വെച്ചിട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്ന് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഈ മൈദയുടെയൊക്കെ കലക്കി ചുട്ട് അപ്പം ചുടുന്നത് പോലെ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഇനി പാലാട ഉണ്ടാക്കാനായിട്ട് നമ്മൾ മാറ്റി വെച്ച തേങ്ങാപ്പാൽ 1/2 കപ്പ് തേങ്ങാപ്പാൽ 1 കപ്പ് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണേണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ വലിയ തവയിൽ ആവശ്യത്തിന് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. നൈസായിട്ട് വേണം, കട്ടി പാടില്ല. അപ്പം നൈസായിട്ട് വേണം ഇത് ചുറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഏതാണ്ട് 1.5 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒരു 3/4 മിനിറ്റ് 1 മിനിറ്റ് വേണമെന്നില്ല, ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ഇതൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഓരോന്നും ചുട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഞാൻ ഇത് തണുക്കുമ്പോൾ ഒരെണ്ണം വിടർത്തി കാണിച്ചു തരാം എത്രത്തോളം നൈസാണെന്ന്. ഇതെൻ്റെ നാത്തൂൻ്റെ അടുത്തുനിന്ന് കിട്ടിയ റെസിപ്പിയാണിത്. അപ്പോൾ വളരെ പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഇത് ഉണ്ടാക്കുമ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണിത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കി ഷൈൻ ചെയ്ത വിഭവങ്ങളിലൊന്നാണിത്. എനിക്ക് തോന്നുന്നു കാസർഗോഡ് കർണാടക ഭാഗങ്ങളിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിതെന്ന്. അപ്പം തീർച്ചയായും ഇത് ഉണ്ടാക്കാത്തവർ അതൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്